സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന പോലെ എന്തായാലും വാട്സപ്പ് ഉപയോഗിക്കും, അതുപോലെ തന്നെ യൂട്യൂബ് ഉപയോഗിക്കും. അപ്പം വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്ക് ഒരു അടിപൊളി ടിപ്സ്, യൂട്യൂബ് ഉപയോഗിക്കുന്നവർക്ക് ഒരു അടിപൊളി ടിപ്സ്. അപ്പം 2 ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ ഫുള്ളായിട്ട് കാണുക, കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യം വാട്സപ്പിലേക്ക് പോവുക. വാട്സപ്പിൽ ഇപ്പോൾ നിങ്ങൾക്ക് കുറേ ടെക്സ്റ്റുകൾ ഒക്കെ സേവ് ചെയ്ത് വെക്കേണ്ടി വരും. ഫയലുകൾ, ലിങ്കുകളൊക്കെ സേവ് ചെയ്ത് വെക്കേണ്ട ഒരു സ്പേസ് ഉണ്ടാകില്ല. അങ്ങനെ ഒരു സ്പേസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമുക്ക് നമ്മളെ നമ്പർ തന്നെ ഉപയോഗിക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് നമ്പർ തന്നെ ഉപയോഗിക്കുക. അതെങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ ആദ്യം ഗൂഗിളിൽ ഓപ്പൺ ചെയ്യുക. ഗൂഗിളിൽ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഞാൻ ഈ കാണിച്ചു തരുന്നത് പോലെ ടൈപ്പ് ചെയ്യുക. അതായത് എല്ലാം ചെറിയ അക്ഷരത്തിൽ, വലിയ അക്ഷരം പറ്റിയല്ലേ. WA.ME, അതിന് ശേഷം ഒരു സ്ലാഷ്, നമ്മളെ ചരിഞ്ഞ വര. അതിന് ശേഷം നിങ്ങളെ സ്വന്തം വാട്സപ്പ് നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വാട്സപ്പ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കൺട്രി കോഡോടുകൂടി, പ്ലസ് ഒന്നും വേണ്ട, പ്ലസും 00 ഒന്നും വേണ്ട. കൺട്രി കോഡ് ഇന്ത്യ എന്നുണ്ടെങ്കിൽ 91, കുവൈത്ത് ആവുണ്ടെങ്കിൽ ഇനി 965, അങ്ങനെ ഏതാണോ നിങ്ങളുടെ കൺട്രി ആ കോഡോടുകൂടി നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുത്താൽ നമ്മളെ വാട്സപ്പ് എൻ്റെ ഐക്കൺ കാണിക്കും, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ 2 വാട്സപ്പ് ഈ ഫോണിൽ ഉപയോഗിക്കുന്ന 2 ഐക്കൺ കാണിക്കുന്ന ഒരു വാട്സപ്പ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ലോക്കുണ്ട്, അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഡയറക്റ്റ് നമ്മളെ നമ്പർ അവിടെ ഓപ്പണായി. നമ്മളെ നമ്പറിലേക്ക് ഇപ്പോൾ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് വിടാം, ഒരു ഹായ് വിടുക. സംഭവം തിരിയുന്നുണ്ടോ പറയുന്നത്? ഒരു ഹായ് വിട്ടിട്ട് ബാക്ക് വന്നാൽ നമ്മൾ ആ വിട്ട നമ്പർ ഇവിടെ മേലെ തന്നെ ഉണ്ടല്ലോ, അതൊന്ന് ലോങ് പ്രസ് ചെയ്തിട്ട് പിൻ ചെയ്ത് അവിടെ വെക്കുക. പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഉണ്ടാവും, എവിടെയും പോവുകയില്ല. അതിന് ശേഷം നമുക്ക് എന്ത് വേണമെങ്കിലും ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിലേക്ക് സേവ് ചെയ്ത് അവിടെ വെക്കാം. എന്ത് ഫയൽ വേണമെങ്കിലും സുരക്ഷിതമായിട്ട് അവിടെ ഉണ്ടാവും. വാട്സപ്പ് ഉള്ളിടത്തോളം കാലം, അതായത് നമ്മളെ ഈ വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുന്നവരെ അതവിടെ സ്റ്റോറായിട്ടുണ്ടാവും. അടിപൊളി ടിപ്സ് അല്ലേ? ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തത് നമുക്ക് യൂട്യൂബിൽ സാധാരണ നമ്മൾ ഒരു വീഡിയോ കാണുന്ന നേരം അത് പിക്ചർ ഇൻ പിക്ചർ മോഡിൽ യൂട്യൂബിൽ കിട്ടുകയില്ല, നോർമൽ യൂട്യൂബ് കിട്ടുകയില്ല. പിന്നെ ക്രോമിൽ പോയിട്ട് ബ്രൗസറിൽ കൂടെ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ കൂടെ ഒക്കെ എടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, എല്ലാവർക്കും ഒന്നും നടക്കുകയില്ല. അപ്പോൾ ഈ നോർമൽ യൂട്യൂബിൽ തന്നെ നമ്മളൊരു വീഡിയോ കാണുന്ന നേരം നമുക്ക് വാട്സപ്പും ഫേസ്ബുക്കും എല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പിക്ചർ ഇൻ പിക്ചർ മോഡിലേക്ക് മാറ്റി എന്താ ചെയ്യേണ്ടത്, അത് നമ്മൾ നോക്കുക. ഇതിപ്പോൾ ഏതെങ്കിലും വീഡിയോ പ്ലേ ചെയ്യിച്ചാൽ എനിക്ക് കോപ്പിറൈറ്റ് വരില്ല. ഞാൻ എൻ്റെ ഒരു വീഡിയോ തന്നെ പ്ലേ ചെയ്യിക്കാം. നമ്മൾ കാണേണ്ട വീഡിയോ ഏതാണോ അത് ഞാനത് പോസ്റ്റ് ചെയ്തതാണ്. എന്ത് ചെയ്യുക, അതൊന്ന് ഷെയർ ചെയ്യുക. ഇവിടെ ഷെയർ ബട്ടൺ കാണുന്നില്ലേ, ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് വാട്സപ്പ് കൊടുക്കുക. നമ്മൾ വാട്സപ്പ് കൊടുത്തിട്ട് ഏറ്റവും നമ്മളെ ആ കോണ്ടാക്ട് നേരത്തെ സേവ് ചെയ്തില്ലേ, ആ കോണ്ടാക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യുക, അതിലേക്ക് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തതിന് ശേഷം ഇവിടുന്ന് നമ്മളിത് പ്ലേ ചെയ്താൽ നമുക്കിത് ഫുൾ സ്ക്രീൻ വേണേൽ അങ്ങനെ കാണാം, പിക്ചർ ഇൻ പിക്ചർ മോഡിൽ അങ്ങനെയും കാണാം. ഇതിവിടെ വന്നു. ഇനി നമ്മൾ ഇപ്പോൾ യൂട്യൂബിൽ തന്നെ എത്തി. അന്ന് വോളിയം കുറച്ചല്ലോട്ടെ, ഞാൻ വോളിയം കുറച്ചെങ്കിലും ഞാൻ പറയുന്നത് തിരിയല്ലോ. ഇതിങ്ങനെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് വാട്സപ്പ് ഉപയോഗിക്കാം, ഫേസ്ബുക്ക് ഉപയോഗിക്കാം. ഇത് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന സ്ഥിരമായിട്ട് വെച്ചാൽ ഇതിപ്പോൾ കുറച്ചായിക്കാളും വാട്സപ്പിൽ ഈ അപ്ഡേറ്റ് വന്നിട്ട് അങ്ങനെ പിക്ചർ മോഡ്. ഇതിൽ വേറെ ഒന്നുണ്ട്, നമ്മൾ വീഡിയോ കോൾ ചെയ്യല്ലേ, വീഡിയോ കോൾ ചെയ്യുന്നതും ഇതുപോലെ. ഇപ്പം സാധാരണ വീഡിയോ കോൾ നമ്മൾ ബാക്ക് വന്നാൽ നമ്മളെ കാണുകയില്ല, വീഡിയോ അങ്ങ് പോസായി പോവും. ഇത് പോസാണ്ട് ഇതേപോലെ പിക്ചർ ഇൻ പിക്ചർ മോഡിൽ വീഡിയോ കോൾ ഉപയോഗിക്കാം. അപ്പോൾ ഈ 2 ടിപ്സ് നിങ്ങൾക്ക് അറിയാനൊന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിടുക. ഏതെങ്കിലും ഒന്ന് അറിയാമെന്നുണ്ടെങ്കിലും കമൻ്റ് ആയിട്ട് ഇടുക. അറിഞ്ഞുകൂടാനുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അറിയാത്ത ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ പിന്നൊരു കാര്യം പറയാൻ മറന്നു പോയിട്ടോ. എന്തായിരുന്നത്? ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരു ലൈക്ക് കൊടുക്കണേ, മറന്നുകൊണ്ടാ. നമുക്കടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.